ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് രഞ്ജിത്ത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസ് ഗ്രിൽഡ് ബൈറ്റ്സ് ആണ്. അത് ഓവനിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ നല്ല കളർഫുള്ളായിട്ട് ഒരു സിമ്പിൾ ഡിഷാണെന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 15ഓളം ഫ്രഷ് പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. അത് വലിയ പീസാണ്. വലിയ പീസാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിക്കോട്ടെ. ഇത് നമ്മളൊരു ബൗളിലേക്ക് മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ബ്ലാക്ക് പെപ്പർ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, റെഡ് ചില്ലി ഫ്ലേക്സും മിക്സ്ഡ് ഹെർബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് കൂടി അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക. അല്പം ഒലീവ് ഓയിൽ കൂടി നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സിമ്പിളായിട്ട് ലൈറ്റ് മസാല ഇട്ട് നമ്മൾ ബോളിലേക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മളിത് വേണ്ടത് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്ലൈസിങ് ക്യാപ്സിക്കം എല്ലാം ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തു. ഗാർലിക് ഇട്ട് കൊടുത്തു. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു. ഇനി ജലാപ്പിനോ അല്പം ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് അത് മുകളിലേക്ക് നമ്മൾ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് അല്പം വിനേഗർ ഇട്ട് കൊടുക്കുന്നത്. അല്പം റെഡ് ചില്ലി ഫ്ലേക്സ് എല്ലാത്തിലും വരുന്ന രീതിയിൽ. ഇനി നമ്മളിതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അതിനായിട്ട് നമ്മൾ വച്ചു കൊടുത്തു. ഇതിന് മൊത്തം 4 ഫംഗ്ഷനാണുള്ളത്. ഗ്രില്ലിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്. 4th ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ടൈം സെറ്റ് ചെയ്യാണ്. സ്റ്റാർട്ട് കൊടുത്തു. ആ ടൈമിൽ ലൈറ്റ് തെളിഞ്ഞു. അത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ആവും. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പ്രോൺസ് ഗ്രിൽ ബൈറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ നീര് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ബ്ലാക്ക് പെപ്പർ കൂടി മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവർ മസാല ഇല്ലാത്തതും എന്നാൽ സ്പൈസി ആയതും നല്ല പുളിരസവും നല്ല പ്രോൺസ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പീസ് കഴിച്ച് നോക്കാം. ആ വെജിറ്റബിൾ പോലും ആ പ്രോൺസിൻ്റെ ഫുൾ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നല്ല ഡിഷിന് വേണ്ടി ഫേബർ സ്പാ ഇന്ത്യ എന്ന പേജ് ഫോളോ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.